നമസ്കാരം. രാവിലെ എണ്ണിച്ചതേ ഉള്ളൂ. എണ്ണിച്ചിട്ട് ഇപ്പം നമുക്കൊരു ചാപ്പ് വെക്കാം. ചാപ്പിൻ്റെ കൂട്ടാൻ പോകുക. ചാപ്പെന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് ഈ സോയാബീൻ്റെ ഇങ്ങനെ നീളത്തിൽ സോയാബീനൊരു വടിയെ ഇങ്ങനെ ഈ ഐസ്ക്രീമിൻ്റെ വെള്ളത്തെ അതേൽ ഇങ്ങനെ ചുറ്റിയുള്ളതാണ്. ഇതാ ചാപ്പ്. ഇങ്ങനെ ഇത് സോയാബീന്. ഇതിങ്ങനെയും വെച്ച് വറക്കാം. നമുക്കിത് കണ്ടിച്ചും എടുത്ത് വറക്കാം. അപ്പോൾ ഇതിന് ഞാൻ വേണ്ടിയതെല്ലാം ചേർക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കും. അപ്പം നമുക്ക് ഈ ചാപ്പ് ഇതേണ്ട ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സോയാബീൻ്റെ കൂട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് ഇതൊന്ന് വറക്കാം. അപ്പം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്ത് കോരാഴ്ച എണ്ണ ഒഴിച്ച്. അപ്പം നമ്മുടെ ചാപ്പെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്ക് ആ ചാപ്പെല്ലാം ഇനി വറുത്ത് കോരാം. അപ്പം നമ്മുടെ ഇതെല്ലാം ഇനി വറുത്ത് നമുക്ക് കോരാം ഈ ചാപ്പെല്ലാം. അപ്പം നമ്മൾ ആദ്യം ആ ചീനച്ചട്ടി ജീരകം ഇട്ട് വെച്ചിട്ട് ഇത് നമ്മൾ 3 ഉള്ളി അരച്ച് അതും ഇട്ടിട്ടുണ്ട്. ഇനി തക്കാളിക്കായി അരച്ചുകൂടെ ചേർക്കാം. അപ്പം നമ്മൾ അതിനകത്തൊക്കെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ടു. കുറച്ച് 4 തക്കാളിക്ക മിക്സിയിൽ അരച്ച് അതിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ശരിക്കൊന്ന് മൂക്കണം. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് 1 സ്പൂണ്. അപ്പം നല്ലോണം ഇതുപോലെ മൂക്കണം. മസാല നല്ല വൃത്തിയായിട്ട് മൂക്കും. അപ്പം മസാലയ്ക്കകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലോണം നമ്മുടെ ചാപ്പിൻ്റെ മസാലയെല്ലാം കിടന്ന് തിളയ്ക്കുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും ഒന്ന് തിളയ്ക്കും. അപ്പം നമ്മുടെ ചാപ്പിൻ്റെ മസാലയെല്ലാം തിളച്ച് നമുക്കിനി ഇതങ്ങോട്ട് ഇതിട്ടിട്ട് നമുക്ക് ഒരു ശകലം നല്ല പാല്, വെള്ളം ചേർക്കാത്ത പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ചാപ്പെല്ലാം റെഡിയായി. നമുക്കിനി ഇച്ചിരി ഗരം മസാല ഇട്ട് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇടാം. അപ്പം നമ്മുടെ ചാപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാം അടിപൊളി കൂട്ടാനാണ് ചാപ്പ്. അപ്പം സോയാബീൻ ചാപ്പ്. അപ്പം എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ. ഇപ്പം ചാപ്പെല്ലാം വെച്ചത് കണ്ടല്ലോ. ഇങ്ങനെയാണ് ചാപ്പ് വെക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.